അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ജബ്ബാർ ഉസ്താദിൻ്റെ അടുത്ത വ്യാഖ്യാനം വഹാദൽ ബലദിൽ അമീൻ, ഈ നാട്, നിർഭയമായിട്ടുള്ള ഈ നാട് എന്ന് പറയുന്നത് മക്കയാണെന്നാണ് വ്യാഖ്യാനം എന്നാണ്. അപ്പോൾ എനിക്കത് ഉറപ്പൊന്നുമില്ല. എന്നാൽ ഈ നാട് നിർഭയമായി എന്നതിൻ്റെ മഹത്വം അത് അള്ളാഹുവിനല്ല, അത് ആ നാട്ടുകാർക്കുള്ളതാണ് എന്നാണ് മൂപ്പരുടെ കണ്ടെത്തൽ. എന്താ കാരണം? ആ നാട്ടുകാർ അക്രമമൊന്നും ചെയ്യുമായിരുന്നില്ല എന്നാണ്. അപ്പോൾ നാട്ടിൽ, നമ്മളെ രാജ്യത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ പല സ്ഥലമുണ്ട് അക്രമങ്ങളൊന്നും നടക്കാത്ത, കോടതികളിൽ കേസുകളൊന്നുമില്ലാത്ത പ്രദേശങ്ങൾ അപൂർവമായെങ്കിലും ഉണ്ട് എന്നാണ്. എന്നാൽ ജബ്ബാർ പറഞ്ഞ അനുസരിച്ച് ഈ നാടുകളൊക്കെ നിർഭയ നാടുകളാണ്, ബലദുൽ അമീനാണെന്ന് പ്രഖ്യാപിക്കണ്ടേ? അങ്ങനെ ആരെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ആ നാട്ടുകാർ പ്രഖ്യാപിച്ചിട്ടില്ല, മനുഷ്യ സമൂഹം മൊത്തത്തിലും പ്രഖ്യാപിച്ചിട്ടില്ല, പടച്ച തമ്പുരാൻ ഏതായാലും പ്രഖ്യാപിച്ചില്ല. നിർഭയ നാട് എന്നത് മക്കയെ സംബന്ധിച്ച്, അതിൻ്റെ പരിസര പ്രദേശങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാ നാട്ടുകാരുടെ മഹത്വമായിരുന്നുവോ? അതേ ഈ പ്രഖ്യാപനം കാരണമായി നാട്ടുകാർ ഈ നിലപാട് കൈക്കൊണ്ടതാണോ? ഇതാണ് ഇവിടെ ചിന്തിക്കാനുള്ളത്. ജബ്ബാർ പറഞ്ഞത് നാട്ടുകാരുടെ മഹത്വം കൊണ്ടാണ് ആ നാട് നിർഭയമായി തീർന്നതെന്നാണ്. എന്നാൽ അറബി ചരിത്രം എന്ന് പറയുന്നത് ഇസ്ലാമിന് മുമ്പേയുള്ള അറബികളുമായി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമുമായി വരുന്നതിന് മുമ്പേയുള്ള അറബികളുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമുമായി വന്നതിന് ശേഷമുള്ള ഇസ്ലാമിക ചരിത്രം, ഖുർആൻ, ഹദീസ്, ഇതൊന്നും ഒരു തെളിവുമല്ല എന്ന് പറഞ്ഞ് തള്ളാനൊന്നും ജബ്ബാറിന് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിലും കഴിയില്ല. തള്ളുകയാണെങ്കിൽ പിന്നെ മൂപ്പർക്ക് ബുദ്ധിക്ക് സ്ഥിരതയില്ലാതെ പിന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ലോകാടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അതുപോലെ ലോകാടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ട ഇസ്ലാമിൻ്റെ വളരെ മൗലിക പ്രധാനമായിട്ടുള്ള ഒരു പ്രമാണമാണ് ഹദീസ്. അതുപോലെ ഇസ്ലാമിക ചരിത്രം എന്ന് പറഞ്ഞാൽ അറബികൾ, മുസ്ലിങ്ങളായിട്ടുള്ള അറബികൾ മാത്രമല്ല, ലോകത്ത് അമുസ്ലിങ്ങൾ, കേട്ടിട്ടുള്ള അമുസ്ലിങ്ങൾ അടക്കം, പാശ്ചാത്യ പണ്ഡിതന്മാരടക്കം ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസിലും ഖുർആനിലും ഒക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യം, പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യം, ഇതാ നാട്ടുകാർ നല്ലവരായത് കൊണ്ട് അതിന് ഹറമ്, ബലദ് അമീൻ, നിർഭയ സ്ഥലം എന്ന് പേര് വന്നതല്ല. ആ സ്ഥലത്തിന് നിർഭയ സ്ഥലം ആയിട്ട് അതിനെ പ്രഖ്യാപിച്ചത് കൊണ്ട് ആ നാട്ടുകാർ അക്രമങ്ങളിൽ നിന്ന് മാറി നിന്നതാണ് എന്നതാണ് വസ്തുത. ഇതിനെ പാടെ നിഷേധിച്ചുകൊണ്ടാണ് ജബ്ബാർ ഇവിടെ കാരണം പറയുന്നത്. പിന്നെ മക്കക്കാർ അക്രമം ചെയ്തിരുന്നില്ല എന്നത് ചരിത്രത്തിൽ എത്രമാത്രം ശരിയാണ്? പൊതുവിൽ അവിടെ അക്രമം കുറവായിരുന്നു എന്നുള്ളതല്ലാതെ അവിടെ ആരും ഒരാളെയും ആക്രമിച്ചിരുന്നില്ല എന്നതാണെങ്കിൽ, അവിടെ അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനവുമായി രംഗത്ത് വന്നതിന് ശേഷം മക്കയിലുള്ള പ്രമാണിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലുള്ള മറ്റു മുസ്ലിങ്ങളെയും ഒക്കെ ആക്രമിച്ചതിൻ്റെ എമ്പാടും ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ചിലരെയൊക്കെ അവർ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്. അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വേണ്ടി വരും
അവിടെ ഒരു അക്രമവും നടന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ താരതമ്യേന അക്രമം കുറവായിരുന്നു എന്ന് പറയാം. എന്നാൽ ഈ സ്ഥലത്തെ ബലദ് അമീൻ, മറ്റൊരു വിധം പറഞ്ഞാൽ ഹറം, വിശുദ്ധ സ്ഥലം, മസ്ജിദുൽ ഹറാം, ഈ പേരിലൊക്കെ ആരാണ് അതിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്? അവിടെ ജനവാസം തുടങ്ങുന്നതിന് മുമ്പാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ഭാര്യ ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും അവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തിയിട്ടുള്ളത്. അവിടെ വേറെ മനുഷ്യന്മാരൊന്നുമില്ല. പിന്നീട് അവിടെ സംസം എന്ന് പറയുന്ന ഒരു കിണർ രൂപപ്പെട്ട് വന്നതിൻ്റെ ശേഷമാണ് അറബികൾ, ജുർഹും ഗോത്രക്കാർ യമനിൽ നിന്ന് അവിടേക്ക് കുടിയേറി പാർക്കുന്നത്. അതിന് ശേഷമാണ് അവിടെ ജനം താമസിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതിനു മുമ്പ് അവിടെ ജനങ്ങളില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹീമിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥന ഉദ്ധരിച്ചിട്ടുണ്ട്. റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുർരിയ്യത്തി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. നാഥ, നിൻ്റെ മുഹറമായ ബൈത്ത് മുഹറം വിശുദ്ധ ഭവനത്തിനടുത്ത് കൃഷിയില്ലാത്ത ഒരു നാട്ടിൽ, അസ്കന്തു മിൻ ദുർരിയ്യത്തി, എൻ്റെ സന്തതികളിൽ നിന്നൊരാളെ ഞാനിവിടെ കുടിപാർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്തെ ഹറം ആമിൻ, നിർഭയ സ്ഥലമായിട്ട് നീ നിശ്ചയിക്കണമെന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹു അതിനെ ഹറം ആമിനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഖുർആനിൽ കാണാൻ കഴിയും. അപ്പോൾ ചരിത്രത്തെ തീർത്തും അവഗണിച്ചുകൊണ്ട് മാത്രമേ ജബ്ബാറിന് ഇത്തരത്തിലുള്ള ഒരു നിരർത്ഥകമായിട്ടുള്ള വാദം ഉന്നയിക്കാൻ കഴിയുള്ളൂ. ആ നാട്ടിലുള്ള ആളുകൾ അക്രമവർദ്ധനങ്ങളിൽ നിന്ന് താരതമ്യേന പിന്മാറിയത് കൊണ്ടല്ല ആ നാട്ടിന് ബലദുൻ അമീൻ എന്ന് പേര് വന്നിട്ടുള്ളത്. അവിടെ ജനവാസം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ രേഖയിൽ അത് ബലദ് അമീനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയെ തുടർന്ന് അവിടെ മനുഷ്യവാസം തുടങ്ങിയപ്പോൾ അള്ളാഹു തന്നെയാണ് അതിനെ ബലദ് അമീനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് അവിടുത്തെ ആളുകൾ ഇത് ബലദ് അമീനാണ്, നിർഭയ സ്ഥലമാണ്, വിശുദ്ധ സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ വെച്ച് ആരെയും ആക്രമിക്കാൻ പാടില്ല, മർദ്ദിക്കാൻ പാടില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നത് കൊണ്ടാണ് അവരവിടെ വെച്ച് ആരെയും മർദ്ദിക്കാതെ പോയിട്ടുള്ളത്, ആക്രമിക്കാതെ പോയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും അധ്യാപനങ്ങളിൽ നിന്നാണ് നേരത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമുമായിട്ട് വരുന്നതിന് മുമ്പ് അവർക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടിസ്ഥാനം ഇസ്ലാമാണ്. മാത്രമല്ല ജബ്ബാർ പറയുന്നത് ഈ പ്രദേശത്തേക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട് എന്നുള്ള സംഗതി ശരിയാണ്. ഇതിനു മുമ്പ് മാതാഹും മിൻ നദീരിൻ മിൻ ഖബലിക, നിൻ്റെ മുമ്പ് ഇവർക്കൊരു നദീർ വന്നിട്ടില്ല. അതിന് കാരണം എന്താണ്? കാരണം അവിടെയുള്ള ജനത ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും അധ്യാപനങ്ങൾ പിന്തുടർന്ന് വരുന്നവരായിരുന്നു. അവിടെ ഈ പറയുന്ന കുഫർ, ഷിർക്ക്, നിഷേധപരമായിട്ടുള്ള ബഹുദൈവവിശ്വാസപരമായിട്ടുള്ള യാതൊരു സംഗതിയും അവിടെ നടപ്പിലുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അംർ ഇബ്നുൽ ലുഹൈ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അവിടെ വിഗ്രഹപൂജ കൊണ്ടുവരുന്നത്. അതിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ നിയോഗത്തിനുമായിട്ട് വലിയ അകൽച്ചൊന്നുമില്ല. കുറഞ്ഞ കാലയളവിൻ്റെ ഉള്ളിലാണ് കുറച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായിട്ട് നിയുക്തനാവുന്നതിൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ അംർ ഇബ്നുൽ ലുഹൈ അവിടെ ഈ വിഗ്രഹത്തെ കൊണ്ടുപോയി സ്ഥാപിക്കുകയും തുടർന്ന് അവിടെ വിഗ്രഹപൂജ കൂടുതൽ വളരുകയും അങ്ങനെ മിക്കവാറും
മക്കയിലും പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെയും വിഗ്രഹപൂജകരായി മാറുകയും ഒക്കെ ചെയ്യുന്ന അതിൻ്റെ ശേഷം. അപ്പോൾ അതിനെ തുടർന്നാണ് അവർക്ക് പ്രവാചകൻ വരേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ അള്ളാഹു പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത്. ഇവിടെ മാതാഹും മിൻ നദീരും മിൻ കബിലിക്ക മിൻ നദീരും മിൻ കബിലിക്ക, നിൻ്റെ മുമ്പ് ഇവർക്ക് നദീർ മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ തീരെ വന്നിട്ടില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ശുർക്കും കുഫുറുമൊക്കെ ആയിട്ട് ഇവർ ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇവർക്ക് അങ്ങനെയുള്ള പ്രവാചകൻ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിന് സമയമായിട്ടുണ്ടായിരുന്നില്ല. സമയമായപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പ്രവാചകനായി നിയോഗിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ അവർക്കറിയാവുന്ന ഒരു സംഗതിയാണ് മക്ക എന്ന് പറയുന്നത്. അത് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന കഅബയുടെ ചുറ്റുമുള്ള മസ്ജിദുൽ ഹറാമിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം അത് നിർഭയമായിട്ടുള്ള ഹറം ആമീൻ, നിർഭയമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ഈ മക്ക എന്നുള്ളത് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവരവിടെ വെച്ച് അനീതിയും അക്രമവും പ്രവർത്തിക്കുമായിരുന്നില്ല. ആ സ്ഥലത്തെ ബഹുമാനിച്ചുകൊണ്ട് ആണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നല്ലാതെ ജബ്ബാർ പറയുന്ന മാതിരി ആ നാട്ടുകാർ അനീതിയും അക്രമം പ്രവർത്തിക്കാത്തത് കൊണ്ട് നാട് ബലത് അമീനായതല്ല. ബലത് അമീനായത് കൊണ്ട് നാട്ടുകാർ അക്രമമർദ്ദനങ്ങളിൽ നിന്ന് മാറി നിന്നു എന്നതാണ്. ഇപ്പോൾ കഅബയുടെ അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന ഈ പള്ളിയുടെ ഉള്ളിൽ എവിടെയെങ്കിലും ആണ് ഒരു കൊലപാതകം ഉള്ളത് എന്ന് വന്നാൽ ആ കൊലപാതകതിയെ അവിടെ വച്ച് ശിക്ഷിക്കാനോ പിടികൂടാനോ ആളുകൾക്ക് ആർക്കും തന്നെ അവകാശമില്ല. അത്രയ്ക്ക് ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ പരിഗണനയോടുകൂടിയാണ് ആ പ്രദേശത്തെ ഹറം ആമീൻ അല്ലെങ്കിൽ ബലദ് അമീൻ നിർഭയ സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അള്ളാഹുവാണ്. അല്ലാതെ ജബ്ബാർ പറയുന്ന മാതിരി അത് അള്ളാഹുവിൻ്റെ പരടിയിൽ ആരും കെട്ടിവെച്ചതല്ല. നേരത്തെ ഉള്ള പ്രഖ്യാപനത്തെ തുടർന്ന് അവർ സമൂഹം അത് അംഗീകരിച്ചു. ആ രംഗത്ത് അവർ മാതൃക കാണിച്ചിട്ടുണ്ടെന്നുള്ളതും ശരിയാണ്. ഇപ്പോൾ മസ്ജിദുൽ ഹറാമിൽ അല്ലെങ്കിൽ കഅബയുടെ ഉള്ളിലോ ഒക്കെ ഒരു സ്വന്തം പിതാവിനെ കൊന്നിട്ടുള്ളൊരു ഖാദിൻ വന്ന് കൂടിയാൽ പോലും മറ്റുള്ള ആളുകൾ, ഈ കൊല്ലപ്പെട്ട ആളുകളുടെ പിൻഗാമികളായിട്ടുള്ള ആരും തന്നെ അയാളെ പിടികൂടാൻ പോവില്ല, അവിടെ വെച്ച് അവരെ ശിക്ഷിക്കാൻ പ്രതികാരം ചെയ്യാൻ പോവില്ല എന്നുള്ളതാണ്. അതിന് കാരണം ഈ പറഞ്ഞിട്ടുള്ള അത് മക്കയിലെ ആളുകൾ മാത്രമല്ല, അറബികൾ മൊത്തത്തിൽ തന്നെ അംഗീകരിച്ചിരുന്ന പരിപാലിച്ചു പോന്നിരുന്ന ഒരു സംഗതിയാണ് ഈ പറഞ്ഞിട്ടുള്ള അതിന് ബലദ് അമീൻ, നിർഭയമായിട്ടുള്ള നാട് എന്ന ഈ സംഗതി ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ മുഴുകാന്നുള്ളത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ആവില്ല ജബ്ബാർ ഈ സംഗതി പറയുന്നത്. ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയാൽ പോലും സത്യം അംഗീകരിക്കാനുള്ള മനസ്സ് ജബ്ബാറിനില്ലാത്തത് കൊണ്ട് ജബ്ബാർ എന്തും വിളിച്ചു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ജബ്ബാർ ഈ പറയുന്നതിൽ വസ്തുതയുടെ തരിമ്പുമില്ല എന്നതാണ് വസ്തുത.